ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഒരു ഹൈ എൻഡ് ഡിവൈസ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ S23 അൾട്ര ഇപ്പോൾ ആക്ച്വലി 79,999 പ്രൈസിന് അവൈലബിൾ ആണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ ഡിവൈസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ ഇട്ട് കഴിഞ്ഞാൽ മിനിമം അത്യാവശ്യം നല്ല ഡിവൈസ് ആണെങ്കിൽ നമുക്കൊരു മിനിമം 20,000 രൂപയൊക്കെ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 50,000 രൂപയൊക്കെ നമുക്ക് S23 അൾട്ര പുതിയ സാധനം നമുക്ക് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നല്ല കിടിലൻ ഡീലാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഡീൽ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സെക്കൻഡറി ഫോണോട് ഉപയോഗിക്കുന്നത് S23 സീരീസ് തന്നെയാണ് 256 GB. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്രീൻ ഉള്ളൊരു ഫോണാണെന്ന് താല്പര്യമെങ്കിൽ S23 എടുക്കാം. അല്ലെങ്കിൽ വലിയ ഫോൺ ബൾക്കി ഫോണൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ S23 അൾട്ര സീരീസ് എടുക്കാം. ക്യാമറ പെർഫോമൻസ് അല്ലാണ്ട് ഓൾമോസ്റ്റ് ബാക്കി എല്ലാം ഈക്വലാണ്. പിന്നെ അത് കുറച്ചൊരു നോട്ട് സീരീസ് പോലത്തെ ഒരു ഫോണാണല്ലോ എന്ന് വെച്ചാൽ നമുക്ക് പെന്നും സംഭവമൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ഞാൻ ഓൾറെഡി സാംസങ്ങിൻ്റെ S9 ടാബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ S23 അപ്പോൾ ഇതാണ് എൻ്റെ മുഖത്തേക്ക് വന്നത് സാധനം. ഇതിൻ്റെ ഒരു കേസ് ഇട്ടുണ്ട് ഞാൻ, സാംസങ്ങിൻ്റെ തന്നെ ഒരു കേസാണത്, മാഗ്നറ്റിക് കേസ്. ഇതിന് ഭയങ്കര വെയിറ്റ് സാധനം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ ടാബാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് S Pen സപ്പോർട്ട് സംഭവമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് S23 അൾട്രേൻ്റെ ആവശ്യമില്ല. പിന്നെ ക്യാമറ ഒക്കെ ഓൾമോസ്റ്റ് കണക്ക്, അതിൽ കുറച്ച് സൂമിങ് ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് വേറെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ചെറിയ ഒരു മൈന്യൂട്ട് ഫോട്ടോ ഡിഫറൻസ് വരുന്നത്, അതിൽ പിന്നെ പിക്സൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ ആക്ച്വലി ഈ ഫോൺ എടുത്തപ്പോൾ നമുക്കിത് നല്ല ഡീലാണ് കിട്ടിയത്. ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് 20,000 രൂപയെ പോയുള്ളൂ. അതെങ്ങനെ ഞാൻ വാങ്ങിച്ചതൊക്കെ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ S23 ആണ്. ഞാൻ 5നും ഒരു S23 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഞാൻ 256 GB തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമുക്ക് മിനിമം 256 GB വേണം. അതുപോലെ തന്നെ ഞാൻ iPhone 15 എടുത്തപ്പോഴും അതും 256 GB എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിമം നിങ്ങൾ എടുക്കുമ്പോൾ 256 GB എടുക്കുക. അൾട്രയ്ക്ക് അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. എന്ന് വെച്ചാൽ അവരുടെ ബേസിക് വരുന്നത് തന്നെ 256 ആണ്. അപ്പോൾ 12 GB 256 GB ആണ് ഒരു ബേസിക് ആയിട്ട് വെക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ കണ്ടു ഇവരുടെ എല്ലാ കളറും മോഡലിലും ഇപ്പോൾ നമുക്ക് 79,999 നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ സ്ക്രീനിൻ്റെ ഒന്ന് കുറയ്ക്കാം. ആമസോണിൻ്റെ പേജാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല ഡീലിൽ കിട്ടുന്നുണ്ട്. വൈറ്റ് ഉണ്ട്, ക്രീം ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അപ്പോൾ വേറെ സ്പെസിഫിക് ആയിട്ട് വേറെ സംഭവമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഇവരെല്ലാം കാണിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് മാക്സിമം 58,000 രൂപ വരെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം അത്യാവശ്യം ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20,000 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഫോണാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 50+ രൂപയ്ക്ക് നമുക്ക് പുതിയ S23 അൾട്ര കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം അതിന് തന്നെ നല്ല എന്താ പറയുക, നല്ല ഹൈ എൻഡ് ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മിനിമം ഒരു 3-4 കൊല്ലെങ്കിലും സുഖമായിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഫോണുകളൊക്കെ അതേ ഡിസൈൻ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ പുതിയതായി എന്ന് വിചാരിച്ച് ഇനി മാറ്റേണ്ട ആവശ്യം വരില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഇപ്പോൾ ഇങ്ങനത്തെ മെയിൻ കമ്പനീസുകളൊക്കെ ഒരേ ഡിസൈൻ പാറ്റേണിലാണ് അപ്പോൾ അവരെല്ലാം ഫോണുകൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. S25 ആയിക്കോട്ടെ, S25 അൾട്ര ആയിക്കോട്ടെ, അതൊക്കെ മിനിമം ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് പിക്സൽ 9 ഇറങ്ങിയല്ലോ, അതും ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ ആ സൈബോർഗിൻ്റെ ലേസറായി പോലെ തന്നെ അതിൻ്റെ ആ സാധനം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പിക്സൽ 7 ഉപയോഗിക്കുന്നുണ്ട്. ഇതേ ഡിസൈനൊക്കെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ്, ബൾക്ക് കൂടും, അങ്ങനെ കുറച്ചൊക്കെ ഉള്ളൂ. അത് പിന്നെ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയില്ല. അതാണ് വിറ്റ്. അപ്പോൾ നിങ്ങളൊരു ഹൈ എൻഡ് ഒരു നല്ലൊരു ഫോൺ അത്യാവശ്യം കുറച്ച് കാലത്തേക്കൊക്കെ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ S23 അൾട്ര നല്ലൊരു ഡിവൈസ് ആണ്. ഇതിന് പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ കുറേ പേർക്കൊന്നും ഇല്ല. ഇന്ത്യയിൽ ഭയങ്കര കുറവായിട്ടാണ്. ഇപ്പം മിക്കതും ഫോറിൻ ആൾക്കാർക്കാണ് ഇത് ഫേസ് ചെയ്ത് വന്നിരിക്കുന്നത്. യൂറോപ്യൻ ഡിവൈസുകൾക്കൊക്കെയാണ്. ഞാൻ ആക്ച്വലി സാംസങ് കസ്റ്റമർ കെയറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇവരിതിന് ഒരു ഫ്രീ റീപ്ലേസ്മെന്റ് സ്കീം ഇറക്കാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിക്കവാറും ഇതിനൊരു റീപ്ലേസ്മെന്റ് സ്കീം നമ്മുടെ S21 S22 നമ്മുടെ One UI 6.1 അപ്ഡേറ്റ് വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇഷ്യൂ. അത് പക്ഷേ മെജോറിറ്റി കുറേ പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഒരു സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഇഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അതേ പരിപാടി ഇപ്പോൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു S23 അൾട്ര, പ്രത്യേകിച്ച് അത് നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടി ആണെങ്കിൽ ഒരു പേടിക്കുകയും വേണ്ട. മിക്കതും ഈ ഇഷ്യൂസ് ഒന്നും വരില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാറണ്ടിയിൽ തന്നെ മാറ്റിത്തരും. ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസുകൾക്കാണ് ഇത് മെയിൻലി. ഇത് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ മാത്രമല്ല എല്ലാ ബ്രാൻഡുകളുടെയും ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ iPhone 15 തന്നെ ഞാൻ വാങ്ങിച്ചത് എൻ്റെ iPhone 13 ഒരു 1.5 കൊല്ലമായിരുന്നുള്ള സാധനം. അത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ പണി കിട്ടിയപ്പോഴാണ്. ഇപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നത് ഇവരുടെ പുതിയ ഡിവൈസുകൾക്ക് ചിലവ് കൂടാൻ ഇങ്ങനെ ഇഷ്യൂസ് കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ അത് തന്നെ വാറണ്ടിയിൽ വരുന്ന ഡിവൈസുകൾക്ക് ഇത് വരണ്ടേ. അപ്പോൾ ഇത് കൽപ്പിച്ചു കൂട്ടി അവർ തന്നെ ഇറക്കുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പോൾ സാംസങ് AMOLED ഡിസ്പ്ലേ ഇറക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലം ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് കൽപ്പിച്ചു കൂട്ടി ഇവരെല്ലാം കൂടി തീരുമാനിച്ചിട്ട് ഇറക്കിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമർ ലോ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം നടക്കുമല്ലോ. അതുകൊണ്ട് ഇത് കേന്ദ്രീകരിച്ചിട്ട് അത് ഇറക്കിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ചാൻസ് ഇത്. അല്ലാണ്ട് ഇത്ര കാലം 2022 ഇറക്കിക്കുന്ന AMOLED ഡിസ്പ്ലേ ആയിരുന്നു കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ലേറ്റസ്റ്റ് വന്നിങ്ങനെ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇത് മിക്കതും ഇത് തന്നെ ഇറക്കാനാണ് ചാൻസ്.
പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്കും ഇപ്പോൾ എന്തെങ്കിലും ടെൻഷൻ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം. നമ്മുടെ ആപ്പിളിനെ പോലെ തന്നെ ഇവർക്കും എക്സ്റ്റൻഡ് വാറണ്ടി സംഭവമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വാങ്ങിച്ചതിന് ശേഷം വേണമെങ്കിൽ എടുക്കാം. ഇവരുടെ ആപ്പിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊരു മാറ്റ് ഫിനിഷ് ടെമ്പർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലെയർ വരുന്നില്ല. കണ്ടോ, അതൊരു നല്ല പരിപാടി. ഞാനത് ഗാഡ്ജറ്റ് ഷീൽഡ് അങ്ങനെ എന്തോ ഒരു വെബ്സൈറ്റിൽ തന്നെ എടുത്ത് ഞാൻ തന്നെ ഒട്ടിച്ചാണ്. നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപയ്ക്ക് വാങ്ങിക്കും. ഞാനിത് വാങ്ങിച്ചത് 490 രൂപ അങ്ങനത്തെ സംഭവം. ഞാൻ പ്രൊമോഷൻ അല്ല, ചുമ്മാ പറഞ്ഞാണ്. കത്തിയാണ് അവരുടെ, വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ സംഭവമൊക്കെ. പക്ഷേ ഇങ്ങനത്തെ നോർമൽ സ്ക്രീൻ ഗാർഡ് ഇപ്പോൾ സ്ക്രാച്ചിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ ഈ സാധനം മതി. പക്ഷേ എപ്പോഴും ടെമ്പർ ഗ്ലാസ് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ കൂടുമ്പോൾ എപ്പോഴും നല്ലത് തന്നെയാണ്. ഞാൻ എൻ്റെ ഐഫോൺ എന്ന് വെച്ചാൽ ഇത് ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും ക്യാരി ചെയ്യാതെ കൊണ്ടുപോകാറില്ല. വല്ലപ്പോഴൊക്കെ കൊണ്ടുപോകാറുള്ളൂ. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഐഫോണിൽ ഞാൻ ഇത് ടെമ്പർ ഗ്ലാസ് ഓടിച്ചേക്കുന്നത്. ഇതിൽ ഞാൻ ഈ സ്ക്രീൻ ഗാർഡ് ഓടിച്ചിട്ടില്ല ഗാഡ്ജറ്റ് ഷീൽഡിൽ നിന്നും. എന്ന് വെച്ചാൽ അത് നിലത്ത് വീണൊന്നും പ്രൊട്ടക്ഷൻ ഒന്നും വരില്ല, വെറുതെ സ്ക്രാച്ച് പ്രൂഫ് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടായിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടാണ്ടിരിക്കുന്ന നല്ല ടെമ്പർ ഗ്ലാസ് തന്നെ വേണം, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നല്ല ഡീലുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വേണമെങ്കിൽ S23 അൾട്രാ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ iOS-ന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ iOS നമ്മുടെ 17.6 വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഒരു ഉച്ചയ്ക്കായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചിട്ടുണ്ട്. വലിയ ഡിഫറൻസും സംഭവങ്ങളൊക്കെ വന്നിട്ടില്ല. കുറച്ച് ബഗ് ഫിക്സസുകളും സെക്യൂരിറ്റി അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസുകളൊക്കെ വന്നിട്ടുള്ളത്. എടുത്തു പറയാനുള്ള മൈന്യൂട്ട് ഡിഫറൻസുകളൊന്നും ഇല്ല. ഇതാണ് ഞാൻ കാണിച്ചത് ഇവിടെ സെറ്റിംഗ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ WatchOS 10.7 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അൾട്രാ 2 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് എന്താ പറയുക, സ്റ്റോറേജും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അത് കാണിച്ചു തരാം. പക്ഷേ ഞാൻ ആക്ച്വലി എല്ലാവരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ എപ്പോഴും ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഇവർ ഓൾറെഡി കുറേ ബഗ് ഫിക്സുകളും അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക, ഒരു ലൂപ്പ് ഹോളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് ഒരു അപ്ഡേറ്റ്സ് ഇറക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ചെയ്തുകൊണ്ട് നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ iOS ആയിക്കോട്ടെ എപ്പോഴും നിങ്ങൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിൽ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, 17.6 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാച്ചിൻ്റെ ഞാൻ കാണിച്ചു തരാം. വാച്ചിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വാച്ചിൽ ഞാൻ ചെയ്തിട്ടില്ല, ഒരു വാച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൾട്രാ 2 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആപ്പിൾ വാച്ച് SE 2 ഉണ്ട്. ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ ഇപ്പോഴും 10.5 തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഞാൻ നോക്കിയപ്പോഴും ബാറ്ററി ബാക്കപ്പും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് എപ്പോഴും നിങ്ങൾ ചെയ്ത് വെക്കുക, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുക എന്നാണ് നിങ്ങൾക്ക്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് തന്നെ ആപ്പിൾ തന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറേ ഡിവൈസുകൾ കുറേ പേര് നിരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ ഇതിപ്പോൾ iOS ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ എല്ലാം ഈസിലി ഹാക്കബിൾ ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാം. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ മതി നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സാധനം എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നാണ് എല്ലാ ടെക് സ്പെഷ്യലിസ്റ്റും അവർ ഇത് തന്നെയാണ് പറയുക. അപ്പോൾ കുറേ പേരൊന്നും സാധനം ചെയ്യാറേ ഇല്ല, അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്ഡേറ്റ് ചെയ്ത് അടിച്ചു പോകുന്നൊക്കെ പേടിച്ചിട്ട് ചെയ്യാറില്ല. നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടിയാണെങ്കിൽ ധൈര്യം അടിച്ചത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വാച്ചിൻ്റെ ഞാൻ പറയാം. ചേട്ടാ വാച്ചിൻ്റെ അവിടെ പോയി 10.6. അപ്പോൾ ഇതിൽ നമ്മുടെ സീരിയൽ നമ്പർ മോഡൽ നമ്പർ ഒക്കെ ഫോണിൽ കാണിക്കുന്നുണ്ട്. ഞാൻ വാച്ചിൽ കാണിച്ചു തരാം നല്ലത്. ഇതും ഈ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അത് രണ്ടെണ്ണം അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. വാച്ചിൻ്റെ അപ്ഡേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊന്നും ആവുന്നില്ല. ഇതിനായിട്ടും ഫാസ്റ്റ് ആണെന്നുണ്ട് സാംസങ് വാച്ചിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ സാംസങ് വാച്ചിൻ്റെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇതിനായിട്ടും ഫാസ്റ്റായിട്ട് ചെയ്തു. iOS-ൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ വാച്ചിൻ്റെ അപ്ഡേറ്റ് കുറച്ച് സ്ലോ ആണ്. ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, പോയ കടല്ലേ, കണ്ടോ 10.6. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്. 21U577 എന്ന് പറഞ്ഞൊരു വെർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാത്തവർ വേഗം ചെയ്യാം കേട്ടോ. iPad-ന് വന്നിട്ടുണ്ട്, MacBook-ന് വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ചെയ്യുക. ഫോൺ മാത്രമാണെങ്കിൽ ഫോണിനും ചെയ്ത് വയ്ക്കുക. ഔട്ട് ഓഫ് ഹാൻഡ് ആണെങ്കിൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഐഫോൺ ആയാലും ഡിസ്പ്ലേ അടിച്ച് പോകുന്നൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ iPhone 13 അപ്ഡേറ്റ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടാണ് ഞാൻ മാറ്റിയത്. എനിക്കത് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല വാല്യൂ കിട്ടി. മെയിനായിട്ട് അടിച്ച് പോയിനാന്നില്ല, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കേസിന് പിന്നാലൊക്കെ നടക്കണം. ഇപ്പോൾ ആപ്പിളാണെങ്കിൽ ഒരു മാങ്ങാത്തോലയും കൊടുക്കുന്നില്ല. അവർ അത് കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് 25,000 രൂപ എന്നാലേ സ്ക്രീൻ മാറ്റിയതുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് ഉടായ്പ് കാണിച്ചിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ടെക് പരമായിട്ടുള്ള കുറച്ച് സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് കുറേയൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എക്സ്ചേഞ്ച് ചെയ്തത്.
ഞാൻ ആക്ച്വലി ഇത് ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് iPhone 13 അവിടെ തന്നെയാണ് കൊടുത്തത്. അത് വേറെ കാര്യം. അവിടെ തന്നെ നമുക്ക് ഞാൻ നല്ല ഡീലിൽ നമുക്ക് iPhone 15 കിട്ടിയപ്പോൾ 256 GB ഞാൻ വാങ്ങിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ മുമ്പത്തെ 13 ഇപ്പോൾ 128 GB ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 128 GB പോരാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഫോൺ എടുക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ S23 ആയിക്കോട്ടെ, വേറെ ഡിവൈസുകളായിക്കോട്ടെ, എൻ്റെ എന്താ പറയുക ടാബ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ മിനിമം 256 GB എടുത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളത് ആകെ ഇപ്പം ഇനിയിപ്പോൾ നമ്മുടെ പിക്സൽ മാത്രം എൻ്റെ ഇപ്പോൾ ഉള്ളത് 128 GB എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ പിക്സൽ 7 അപ്പോൾ അത് ആകെ ആ ഒരു വേരിയൻറ്റ് മാത്രമേ ഉണ്ടെന്നുള്ളൂ. നമുക്ക് പിന്നെ രക്ഷയില്ല. പിന്നെ പിക്സൽ 8 പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് സിമിലറാണ്. ചെറിയൊരു ചേഞ്ച് ഡിഫറൻസ്, ഒരു ഡിസൈൻ ഡിഫറൻസ് വന്നതല്ലാണ്ട് ഒരു ഡിഫറൻസും ഇല്ല സംഭവം തമ്മിൽ. കുറച്ചും കൂടി ചെറുതായിരുന്നു കൂടി മാത്രം. അപ്പോൾ അത് നമ്മൾ ചുമ്മാ അതിന് വെറുതെ വേണ്ട 20,000 രൂപ 15,000 രൂപ എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത കാണാം. ബൈ.